ചൈനയെ വട്ടമിട്ട 24 ചൈനീസ് വിമാനങ്ങളും 6 നാവികസേനാ കപ്പലുകളും. ചൈനയുടെ ഗ്രേ സോൺ തന്ത്രം തുടരുകയാണ്. തായ്വാന് നേരെ വീണ്ടും ചൈനീസ് പ്രകോപനം. തായ്വാന് ചുറ്റും ചൈനയുടെ 24 വിമാനങ്ങളും 6 നാവികസേനാ കപ്പലുകളും കണ്ടെത്തിയതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇവയിൽ 15 വിമാനങ്ങൾ തായ്വാൻ കടലിടുക്കിന്റെ മധ്യരേഖ കടന്ന് തായ്വാന്റെ വടക്കൻ, മധ്യ തെക്കു പടിഞ്ഞാറൻ, കിഴക്കൻ എയർ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോണിൽ പ്രവേശിച്ചതായാണ് റിപ്പോർട്ട്. സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ച ശേഷം ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ ദിവസം തായ്വാന് സമീപം 10 ചൈനീസ് വിമാനങ്ങളും 5 നാവികസേനാ കപ്പലുകളും കണ്ടെത്തിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരുന്നു. ഇതിൽ 8 വിമാനങ്ങൾ മീഡിയൻ ലൈൻ കടന്ന് തായ്വാനിലെ എയർ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോണിൽ പ്രവേശിച്ചതായി സ്ഥിരീകരണവും വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് വീണ്ടും സമാനമായ രീതിയിൽ ചൈനയുടെ പ്രകോപനം ഉണ്ടാകുന്നത്. 2020 സെപ്റ്റംബർ മുതൽ ചൈന തായ്വാന് ചുറ്റുമുള്ള സൈനിക സാന്നിധ്യം ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തായ്വാനിൽ ആശങ്ക പരത്താനായി ചൈന സൈനിക അഭ്യാസങ്ങളും ശക്തി പ്രകടനവും പ്രദർശിപ്പിക്കുന്നത് പതിവാണ്. ചൈനയുടെ ഇത്തരം പ്രകോപനങ്ങളെ ഗ്രേ സോൺ തന്ത്രങ്ങളെന്നാണ് വിശകലന വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത്. തായ്വാന്റെ പ്രതിരോധത്തെ ക്രമേണ ഇല്ലാതാക്കാനും തുറന്ന സംഘർഷത്തിൽ ഏർപ്പെടാതെ സൈനിക പരീക്ഷണങ്ങൾ നടത്താനുമാണ് ചൈന ലക്ഷ്യമിടുന്നത്. വർദ്ധിച്ചുവരുന്ന ചൈനീസ് പ്രകോപനങ്ങളുടെ പശ്ചാത്തലത്തിൽ തായ്വാൻ പ്രസിഡന്റ് ലൈ ചിങ്-ദേ അടുത്തിടെ ഒരു ഉന്നതതല ദേശീയ സുരക്ഷായോഗം വിളിച്ചിരുന്നു. രാജ്യത്തിന്റെ ജനാധിപത്യവും സുരക്ഷയും സംരക്ഷിക്കുമെന്ന് അദ്ദേഹം ജനങ്ങൾക്ക് ഉറപ്പു നൽകി. ഇതിനിടെ തായ്വാൻ കടലിടുക്കിൽ ജോയിന്റ് സ്ക്വാഡ് 2024B എന്ന പേരിൽ ചൈന സൈനികാഭ്യാസം നടത്തിയിരുന്നു. തായ്വാന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വാദിക്കുന്നവർക്കുള്ള ശക്തമായ താക്കീതാണ് അഭ്യാസമെന്ന് ചൈന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. തെക്ക് കിഴക്കൻ ചൈനയുടെ തീരത്തുനിന്ന് ഏകദേശം 100 മൈൽ അകലെയാണ് തായ്വാൻ ദ്വീപ് രാഷ്ട്രം സ്ഥിതി ചെയ്യുന്നത്. 17ാം നൂറ്റാണ്ടിൽ തായ്വാൻ ചൈനീസ് സാമ്രാജ്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു. പിന്നീട് 1895 ഇത് ഒരു ജാപ്പനീസ് കോളനിയായി. 2ാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ പരാജയപ്പെട്ടതിനു ശേഷം ചൈന ദ്വീപ് വീണ്ടെടുത്തു. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടക്കുകയും 1949 കമ്മ്യൂണിസ്റ്റുകൾ ചൈനയുടെ ഭരണം പിടിക്കുകയും ചെയ്തു. പരാജയപ്പെട്ട കുമിന്താങ്ങിന്റെ നാഷണലിസ്റ്റ് പാർട്ടി ദ്വീപിലേക്ക് പലായനം ചെയ്യുകയും തായ്വാൻ എന്ന സ്വതന്ത്ര രാജ്യം രൂപീകരിച്ച് ഭരണം ആരംഭിക്കുകയും ചെയ്തു. ചൈനയെ സംബന്ധിച്ചിടത്തോളം തായ്വാൻ എന്ന ദ്വീപ് രാഷ്ട്രം ചൈനയുടെ ഭാഗമാണ്. തായ്വാന്റെ പരമാധികാരത്തെ ചൈന അംഗീകരിക്കുന്നില്ല. തായ്വാൻ ചൈനയുടെ അവിഭാജ്യ ഭാഗമാണെന്നും ചൈന വാദിക്കുന്നു. എന്നാൽ സ്വന്തം ഭരണഘടനയും ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടവുമുള്ള തായ്വാൻ തങ്ങളെ ചൈനയിൽ നിന്ന് വേർപെടുത്തി സ്വതന്ത്ര രാഷ്ട്രമായാണ് കാണുന്നത്. തായ്വാൻ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചത് 13 രാജ്യങ്ങൾ മാത്രമാണ്. തായ്വാനുമായി നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾക്ക് നേരെ സമ്മർദ്ദം ചെലുത്താനാണ് ചൈനയുടെ രീതി. തായ്വാനിലെ ഭരണമുന്നണിയായ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി വീണ്ടും അധികാരത്തിലെത്തിയതാണ് ചൈനയ്ക്ക് തിരിച്ചടിയായത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.